നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തിയാവുകയാണ്. വളരെ വൈകാതെ ഇപ്പോൾ നമ്മുടെ കൈകളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കേണ്ടവർക്ക് ആ രീതിയിലുള്ള സഹായം കൂടി ലഭിക്കും. 25-ാം തീയതിയാണ് ക്രിസ്മസ്. അതിനു മുൻപ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ഈ തുക നൽകുകയും ചെയ്യും. ഇപ്പോൾ വിതരണം ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ ആണെങ്കിൽ അത് ഭൂരിഭാഗവും പൂർത്തിയാകാറായിട്ടുണ്ട്. 2000 രൂപ വീതമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഡിസംബർ മാസത്തെ മറ്റ് പെൻഷൻ വിതരണമൊന്നും തന്നെ ഇല്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ചാണ് ഈ മാസത്തെ വിഹിതം സർക്കാർ നേരത്തെ ആക്കിയത്. 15-ാം തീയതി മുതൽ തന്നെ 15-ാം തീയതി വൈകുന്നേരം മുതൽ തന്നെ വിതരണം ആരംഭിച്ചിരുന്നു. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് തുക ലഭിച്ചിട്ടില്ല എങ്കിൽ കൃത്യമായിട്ട് നമ്മളുടെ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് കയറി ഒന്ന് സ്റ്റാറ്റസ് പരിശോധിക്കുക. അവിടെ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അല്ലാത്ത പക്ഷം കൃത്യമായിട്ട് DBT സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ കാര്യങ്ങൾ പറയുക. ആനുകൂല്യം ലഭിച്ചിട്ടില്ല എങ്കിൽ, തുടർച്ചയായിട്ട് ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുക. കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുക. വേണ്ട ക്രമീകരണങ്ങൾ, വേണ്ട തിരുത്തലുകൾ എത്രയും വേഗം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ ഭാഗമായിട്ട് എന്യൂമറേഷൻ ഫോമുകൾ നമ്മൾ കൊടുത്തിരുന്നു. അതിൻ്റെ ഡിജിറ്റലൈസേഷൻ നടപടികൾ 100% പൂർത്തിയായി. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ 24,81,000 അടുത്ത് സമ്മതിദായകരുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ അവർ യോഗ്യതയുള്ളവരാണോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. നിങ്ങളുടെ പേര് അതിലുണ്ടോ എന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക. കാരണം ഇതിൽ മരണപ്പെട്ടവരുണ്ട്, അതോടൊപ്പം തന്നെ എന്യൂമറേഷൻ ഫോം കൈപ്പറ്റാത്തവരുണ്ട്, അല്ലെങ്കിൽ സ്ഥലത്ത് ഇല്ലാതിരുന്നവരുണ്ട്, കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ടാവാം. ഇനി ഇതോടൊപ്പം തന്നെ മരണപ്പെട്ടവരോ അല്ലെങ്കിൽ ഒന്നിലധികം, അതായത് പേര് ഇരട്ടിച്ച് വന്നവരുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങളാലാണ് ഇത്തരത്തിൽ ഗുണഭോക്താക്കളെ അല്ലെങ്കിൽ സമ്മതിദായകരെ തരംതിരിച്ചിട്ടുള്ളത്. ഒഴിവാക്കപ്പെട്ടവർ പൂർണ്ണമായിട്ടും ഒഴിവാകുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിൽ ജീവിച്ചിരിപ്പുള്ള അല്ലെങ്കിൽ അർഹതയുള്ള ഏതെങ്കിലും സമ്മതിദായകനുണ്ട് എങ്കിൽ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ BLOമാരെ അറിയിക്കണം. അതിനുവേണ്ടിയുള്ള സമയമാണിപ്പോൾ. ഇനി എന്യൂമറേഷൻ ഫോം കൊടുക്കാത്തവർക്ക് ഇനി തിരികെ ഏൽപ്പിക്കാൻ സമയപരിധിയില്ല. നിലവിൽ അവരുടെ പേരുകൾ പുറത്താവുക തന്നെ ചെയ്യും. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഈ സമ്മതിദാന അവകാശം എല്ലാവരും വിനിയോഗിക്കുക. അതിനുവേണ്ടി സർക്കാർ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്ന ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നമ്മളെല്ലാം പങ്കാളികളാവുക. ആദ്യഘട്ടത്തിലെ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ 23-നാണ്. അന്ന് ലിസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരിശോധിക്കുക. നിങ്ങളുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. തുടർന്നും, അതായത് പിന്നീട് പരാതികളും അപ്പീലുകളൊക്കെ നൽകാനുള്ള സമയപരിധിയൊക്കെയാണ് ജനുവരി മാസം 22-ാം തീയതി വരെ. അതിനുശേഷം അന്തിമ പട്ടികയൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് 2026 ഫെബ്രുവരി മാസം 21-ാം തീയതി ആയിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് രാജ്യമെമ്പാടും തൊഴിൽ ദിനങ്ങൾ സാധാരണക്കാർക്ക് ഉറപ്പാക്കി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ആ ഒരു പദ്ധതിയുടെ പേര് പുനർനാമകരണം ചെയ്തിരിക്കുകയാണ്. VBG റാംജി എന്ന രീതിയിലായിരിക്കും ഇനി ഈ പദ്ധതി അറിയപ്പെടുക. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്ന തരത്തിലായിരിക്കും ഈ പദ്ധതി ഇനി അറിയപ്പെടുക. പദ്ധതിയിൽ നിലവിൽ ലഭ്യമായിരുന്ന ആനുകൂല്യങ്ങളല്ല ഒരുപക്ഷെ ഇനി നമുക്ക് ലഭിക്കുക. ചിലപ്പോൾ വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ, പ്രതിദിന വേതനം ഉൾപ്പെടെ 125ഓളം തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന ഒരു ക്രമീകരണമുണ്ട്. എന്നാൽ ഇതിൽ തന്നെ 60 ദിവസങ്ങളോളം തൊഴിൽ നിർത്തിവെക്കാനുള്ള പ്രത്യേക ഒരു സംവിധാനവും ഇതിൽ ക്രമീകരണം ചെയ്തിട്ടുണ്ട്, ബില്ലിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ തൊഴിൽ ദിനങ്ങളിൽ 15 ദിവസം, അതായത് തൊഴിൽ ദിനം പൂർത്തിയാക്കി 15 ദിവസമൊക്കെ പിന്നിട്ട ശേഷം കൃത്യമായിട്ട് വേതനം നൽകുന്നതിന് വേണ്ടി 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകണം. ഇനി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഈ സമയത്ത് വീഡിയോ വഴി ഷെയർ ചെയ്തത്. അറിയിപ്പ് പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിരിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.